അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വിഷുവിൻ്റെ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വിഷുവിൻ്റെ തലേ ദിവസം തൊട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫയർ വർക്ക്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അയ്യോ എന്തൊക്കെ പറയണേ, സോറി. അപ്പോൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് ഇല്ല, എനിക്കിഷ്ടമല്ല. അല്ല, അത് ഓൾറെഡി മൗത്ത് വാഷ് ചെയ്യുമ്പോൾ അത് ഓൾറെഡി ക്ലീൻ ആവുമല്ലോ. എനിക്കിഷ്ടമല്ല അത്. എനിക്ക് വൊമിറ്റ് ചെയ്യാൻ വരും അങ്ങനെ ചെയ്യുമ്പോ. അതെല്ലാവർക്കും ചില സമയത്ത് അങ്ങനെ നാക്കിലുള്ള അഴുക്ക് പോണം. അത് മൗത്ത് വാഷ് ചെയ്യുമ്പോ അത് പോവും. എവിടെ മൗത്ത് വാഷ് ചെയ്യണ്ടെങ്കില് ഈ കുളുകുളു ആകുമ്പോ വായലത്തെ പോളൂ. നാക്കുമ്പോ കൊറേ നമ്മള് ഫുഡൊക്കെ കഴിച്ചതിന്റെ വേസ്റ്റ് ഒക്കെ നാക്കുമ്പോ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് പറയണ ആളുടെ നാവ് നല്ല ക്ലീൻ ആണ്. എനിക്കത് ഇഷ്ടമല്ല, ഞാൻ വൊമിറ്റ് ചെയ്യാൻ വരും കേട്ടോ. ഞാൻ എൻ്റെ ഫുൾ ക്ലീൻ ആണ്. എന്താ വിചാരിച്ചേ? അപ്പം ഈ വീഡിയോയില് ഇൻക്ലൂഡഡ് പോരെ, ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്ന വ്ളോഗ്. ഡാൻസ് പ്രാക്ടീസ് മീൻസ് വിഷുവിൻ്റെ സ്പെഷ്യൽ കൊറിയോഗ്രാഫി ചെയ്യുന്നത് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഫയർ വർക്ക്സ് കത്തിക്കുന്നത് ഉണ്ടാവും. പിന്നെ എന്താ അതിലുണ്ടാവുക, നെക്സ്റ്റ് ഡേ, അതായത് വിഷുവിൻ്റെ ഡേ ആണ് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെല്ലാം കാണിക്കുന്നതാണ് കേട്ടോ. ഇതിലെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫയർ വർക്ക്സ് ആണല്ലോ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ അവിടുത്തെ ചേട്ടൻ നല്ല എനർജറ്റിക് ആയിട്ടുള്ളൊരു ചേട്ടനായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, മോളെ പടക്കമൊക്കെ വാങ്ങിക്കൊണ്ടുപോകും, അതാണ് യഥാർത്ഥ വിഷു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ആക്ച്വലി പേടിയാണ്. പടക്കം ഒഴിച്ച് ബാക്കി എല്ലാം എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ പടക്കം വാങ്ങിച്ചില്ല. പിന്നെ എനിക്ക് പേടി, അതുകൊണ്ട് അത് വേണ്ട വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ സൗണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണാവോ. ബാക്കിയൊക്കെ വാങ്ങിച്ചു കേട്ടോ. ബാക്കി ഞാൻ മമ്മീനെ കൊണ്ട് എല്ലാം വാങ്ങിപ്പിച്ചു. പിന്നെ എൻ്റെ മമ്മിക്ക് ഒരു സ്പെഷ്യൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, 250 റുപ്പീസിൻ്റെ കൂടുതൽ വാങ്ങിക്കരുതെന്ന്. പക്ഷെ ഞാൻ വാങ്ങിച്ചു വന്നപ്പോൾ അത് ആക്ച്വലി 450. അതായത് മമ്മി ഉദ്ദേശിച്ച് വേറെ ഒന്നുമല്ല, കത്തിച്ച് തീരില്ല, സോ അത്രയും വാങ്ങിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി 250 പറഞ്ഞപ്പോൾ ഞാനത് 450ക്ക് വാങ്ങിച്ചു. അതാണ് ഞാൻ. ഓക്കെ. അപ്പോൾ അപ്പോൾ അവിടെ കുറേ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം വാങ്ങിക്കാൻ തോന്നിയിട്ട് അതാണ് ഞാൻ അത്രയും വാങ്ങിച്ച്. പിന്നെ കത്തിച്ചത് ഫുള്ള് മമ്മിയായിപ്പോയി അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തുനിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ പിന്നെ ഈ കമ്പിപ്പൂത്തിരി വലുത് ആക്ച്വലി ഞാൻ കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അത് വാങ്ങിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ കമ്പിപ്പൂത്തിരി ഇഷ്ടമാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല, വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ മേശപ്പൂവാണ് ഇഷ്ടം. അങ്ങനെ അപ്പോൾ ഇതൊക്കെയായിരുന്നു അവിടുത്തെ ചേട്ടന്മാരുണ്ടായിരുന്നത്. അപ്പം ഞാനതൊക്കെ വാങ്ങിച്ചു. അത് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കത്തിച്ചിട്ട് വേണം എനിക്ക് ഇനി കൊറിയോ ചെയ്യാനിരിക്കാൻ കേട്ടോ.
പൊട്ടിയത്. നമുക്ക് റോട്ടിൽ കത്തിച്ചിട്ട് ഓടാം. അല്ല ഇത്ര സ്ട്രോങ് ആയി പൊട്ടിക്കണേ കോപ്പ്. അതുകൊണ്ട് വരല്ലേ അറിയണേ. ആ അത് പൊട്ടില്ല. അപ്പൊ വിഷുവിന്റെ ഫയർ വർക്ക്സ് ഒക്കെ കത്തിച്ചു കഴിഞ്ഞു. ഇനിയുള്ള പരിപാടി എന്താന്ന് വെച്ചാല് ഡാൻസ് കൊറിയോ ചെയ്യാനിരിക്കുകയാണ്. അപ്പൊ നല്ലോണം ടൈം ലേറ്റ് ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. എനിക്ക് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആളാണ്. ഇന്ന് തന്നെ ലൈക്ക് ഇൻസ്റ്റാഗ്രാമില് ഫോട്ടോസ് ആയാലും റീൽസ് ആയാലും എല്ലാം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഞാനിനി നാളെ രാവിലെ പഠിക്കാൻ പോകണം. ഡാൻസ് കൊറിയോ ചെയ്യാൻ പോകണല്ലോ, പഠിക്കാനല്ല. പഠിക്കാൻ മീൻസ് നോക്കി പഠിക്കുന്നത്, കൊറിയോ ചെയ്യാൻ പോകണല്ലോ. അപ്പം ഞാൻ നാളെ രാവിലെ പോയിട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. എന്ത് വീഡിയോ എടുക്കാനുള്ള പ്ലാൻ നാളെയാണ്. അപ്പൊ ഇന്നിപ്പോ നൈറ്റ് ഓവർനൈറ്റ് ഇരിക്കേണ്ടി വരും തോന്നുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാല് 2 സോങ്സ് ചെയ്യാൻ വേണ്ടിട്ടാ. ഒരു സോങ്ങിൽ ഉടുക്കണ്ടെന്ന് വിചാരിച്ചു, 2 ചെയ്യാൻ വേണ്ടിട്ടാണ്. അപ്പൊ ഈ 2 ഞാൻ എവിടെയും നോക്കി പഠിക്കുന്നില്ല, എന്റെ ഓൺ കൊറിയോ ആണ്. അപ്പൊ ഓൺ കൊറിയോ ആണെങ്കിൽ ഇതിപ്പോ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ അല്ല കേട്ടോ. കൊറിയോഗ്രാഫി ചെയ്യുന്ന ഫുൾ ഡീറ്റെയിൽ വീഡിയോ അല്ല, നമുക്ക് വേറെ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് വിഷുവിന്റെ തലേ ദിവസം എന്നുള്ള രീതിയിൽ അങ്ങനെ കൊറിയോ ചെയ്യാൻ ഇരിക്കുന്നതാണ്. ഇതിൽ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇല്ല. നമുക്ക് കൊറിയോ ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അത് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ ഞാൻ ആക്ച്വലി ഇപ്പോഴത്തെ പ്ലാൻ എന്താന്ന് വെച്ചാല് എന്താവും എനിക്കറിയില്ല. അല്ല, ഇപ്പൊ കൊറിയോ ചെയ്തിട്ട് ടൈം ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോ മമ്മിക്ക് ഇഷ്ടപ്പെട്ട സോങ് ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പെന്നല്ല കേട്ടോ. അത് എന്താന്ന് മമ്മി പറയുന്ന കാര്യം സത്യം പറഞ്ഞ എനിക്ക് ആ പാട്ട് ഇഷ്ടമല്ല. അപ്പൊ ഇഷ്ടമില്ലാത്ത പാട്ട് കൊറിയോ ചെയ്യാൻ നല്ല ടൈം എടുക്കും. ഇപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് 2 സോങ്ങാണ് ചെയ്യുന്നത്. മറ്റേ ദേവരാഗത്തില് യാദവ എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അത് പ്രേമലു റിലീസ് ആയ ശേഷമാണ് എനിക്കത് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. പിന്നെ മമ്മിക്ക് ഇഷ്ടപ്പെട്ട സോങ് അത് ഏതായിരുന്നു? നീലക്കണ്ണ. അതെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചെയ്യാൻ. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ മമ്മി അടുത്ത വിഷു വരെയോ അത് ചെയ്തില്ല ഇത് ചെയ്തില്ല പറഞ്ഞുകൊണ്ടിരിക്കും. എനിക്കാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇഷ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് മമ്മിയുടെ ഇഷ്ടത്തിന് ചെയ്യാണ്. സ്റ്റെപ്സ് കിട്ടിയില്ലെങ്കിൽ മമ്മി തന്നെ പറഞ്ഞു തരേണ്ടി വരും കേട്ടോ. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. മമ്മീനെ ഞാൻ വേറൊരു പണി ചെയ്യിപ്പിക്കാണ്ട് അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്താന്ന് വെച്ചാല് മമ്മിയുടെ സോങ് ഞാൻ ചിലപ്പോ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു സോങ് ആണല്ലോ. അപ്പൊ ഞാൻ വലിയ മൂഡിലൊന്നും ആവില്ല അത് കൊറിയോ ചെയ്യാം. അപ്പൊ മമ്മി ഉണ്ടെങ്കിൽ മമ്മി ആ സ്റ്റെപ്പ് ഇടുക ഈ സ്റ്റെപ്പ് ഇടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഫസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട സോങ് തന്നെയാണ് ചെയ്യുന്നത്, യാദവ. അപ്പൊ നിങ്ങൾ വിചാരിക്കും കൊറിയോഗ്രാഫി ചെയ്യാൻ ഭയങ്കര എളുപ്പല്ലേ, ഒരു മണിക്കൂർ പോലും വേണ്ടെന്നൊക്കെ വിചാരിക്കും. അല്ല, ഇനിയിപ്പൊ കണ്ടോ ഇങ്ങനെയായിരിക്കും. ഇനിയിപ്പോ ഞാൻ ആ സോങ് മുന്നേ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോ കണ്ടിട്ടുണ്ട് ഞാൻ ആ സോങ് മുന്നേ. പിന്നെ പ്രേമലു റിലീസ് ചെയ്ത ശേഷമാണ് ഞാൻ ആ എനിക്ക് ആ സോങ്ങിനോട് ഇഷ്ടം വന്നത്. അപ്പൊ അതിന് കൊറിയോ ചെയ്യാൻ ഫസ്റ്റ് അത് കൊറിയോ ചെയ്യാൻ വന്നിട്ട് സമയം ഉണ്ടാവും നോക്കട്ടെ, എന്നിട്ട് മുമ്പിൽ ഇരുന്നാൽ മതി. അല്ല, നമുക്ക് എന്തായാലും ചെയ്തില്ലെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാല് ആ സോങ് എടുക്കും. ഇതെല്ലാവരും തന്നെയായിരിക്കും. ഞാൻ മുന്നേ കേട്ടിട്ടുണ്ടോ വെച്ചാൽ 2-3 പ്രാവശ്യമൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലാതെ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് സോങ് പ്ലേ ചെയ്തിട്ട് കുറെ നേരം ഇങ്ങനെ നിൽക്കും. അതൊക്കെ എന്ത് സ്റ്റെപ്പ് ഇടുന്ന ആലോചിച്ചിട്ട് അങ്ങനെ തന്നെയാണ് എല്ലാ കൊറിയോ ചെയ്യുമ്പോഴും. കാരണം നമുക്ക് ഷട്ടപടയെന്ന് പറഞ്ഞിട്ട് സ്റ്റെപ്സ് കിട്ടില്ല. കാരണം നമ്മൾ അത്ര വലിയ പ്രൊഫഷണൽ കൊറിയോഗ്രാഫർ ഒന്നും ഇല്ലാത്തതുകൊണ്ട്, ഒരു കുട്ടി കൊറിയോഗ്രാഫർ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്സ് ഒന്നും കിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സ്റ്റെപ്പ് നല്ലതാ, ആ സ്റ്റെപ്പ് നല്ലതാന്ന് എനിക്ക് തോന്നുന്നു. അപ്പം
അപ്പൊ ടൈം എടുക്കും. അപ്പൊ നിങ്ങൾ കണ്ടോ. ഫസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ വേഗം കൊറിയോ ചെയ്യാതിരിക്കട്ടെ, കാരണം അല്ലെങ്കിൽ എനിക്ക് 1 മണിക്കൂറേ 2 മണിക്കൂറെങ്കിലും കിടന്ന് ഉറങ്ങണമെന്നുണ്ട്. തീരൊന്നും അറിയില്ല. എന്തായാലും ഞാൻ കുറെ പോർഷൻ ഒന്നും ചെയ്യില്ല, കുറച്ചേ ചെയ്യുന്നുള്ളൂ. എനിക്കാണെങ്കിൽ എനിക്ക് ഞാൻ ചെയ്യുന്നത് കുറച്ച് വെറൈറ്റി ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ട്. ഞാൻ സിമ്പിൾ എല്ലാവരും കണ്ടുവരുന്ന സ്റ്റെപ്സ് എനിക്ക് അങ്ങനെ സത്യം വളരെ ഇഷ്ടമല്ല. എനിക്ക് എന്റേതായിട്ട് ഒരു യൂണീക്ക് സാധനം അത് കിട്ടണം. അതാണ് ഞാൻ എന്നെ കുറിച്ച് പൊക്കി പറയില്ല കേട്ടോ. അതായത് പറയാം, എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ഇപ്പോ കൊളാബിന്റെ ഡ്രസ്സ് വന്നാലും ഞാൻ ഒരിക്കലും മടി കാണിച്ചിട്ട് വേറെ ആൾക്കാർ ചെയ്യുന്ന റീൽസ് അതേപോലെ ഒക്കെ ചെയ്യില്ല. ഞാൻ എന്റേതായിട്ടുള്ള ഓൺ വേർഷനിൽ ഞാൻ ചെയ്യുള്ളൂ. പിന്നെ വേറെ ആൾക്കാർ ചെയ്ത് കണ്ടിട്ട് ഇപ്പൊ ഇഷ ഹക്കീമിന്റെ റീൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും ഓള് ചെയ്തത്, അപ്പൊ ഞാനത് ചെയ്തു എന്നിട്ട് അവരെ മെൻഷൻ ചെയ്യും. അങ്ങനെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തന്നെയാണ് കൊറിയോ ചെയ്യാറ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഡാൻസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി അതെടുത്ത് ചെയ്യും, അവര് മെൻഷൻ ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ തന്നെ കൊറിയോ ചെയ്യും കേട്ടോ. അതിനപ്പോ നമുക്ക് സോങ് പ്ലേ ചെയ്ത് ടൈം കളയുന്ന വേഗം ഇത് കൊറിയോ ചെയ്യാം. ഞാൻ സോങ് ഇതിൽ പ്ലേ ചെയ്യുന്നില്ല, ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂ. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിന്റെ ഏത് പോർഷൻ തൊട്ടാണ് ചെയ്യണ്ടേ? അതിന്റെ അനുബന്ധി ചെയ്താൽ പോലെ പാട്ട് വയ്ക്കുന്നത്. അപ്പോ സോങ്ങിന്റെ കാര്യങ്ങളൊക്കെ മമ്മിയോട് ചോദിച്ചിട്ട് സെറ്റാക്കി. സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ അനുബന്ധി ചെയ്യാനാണ് അഥവാ ചെയ്യേണ്ട, കാരണം റീൽസിൽ എല്ലാവരും പോർഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ വെറൈറ്റി വേണ്ടേ, അപ്പൊ അതുകൊണ്ട് അനുപല്ലവി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എങ്ങനെ എനിക്ക് ഓരോ ഉണ്ടാക്കുന്നപ്പോ ഞാൻ ആലോചിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റെപ്സ് ശ്രീനന്ദന ആ പോർഷൻ ഇല്ലേ അതൊക്കെ ചെയ്യാനാണ്. നിങ്ങള് ഈ വീഡിയോ എത്തുമ്പോഴേക്കും ചിലപ്പോ നിങ്ങൾ ആ റീല് മേ ബി കണ്ടിട്ടുണ്ടാവണം, എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന പോലെ ഇരിക്കും, നമുക്ക് നോക്കാം. ചെയ്യാല്ലേ? ഫസ്റ്റ് ശ്രീനന്ദന അതിപ്പോ എന്ത് ചെയ്യാ? അത് ഇങ്ങനെ ചെയ്താ പോരെ? അതേണ്ട ശ്രീനന്ദന അതിപ്പോ എന്ത് ചെയ്യും? കൃഷ്ണന്റെ അവിടെ തുടങ്ങി ഇങ്ങനെ ചെയ്താ പോലെ, ഇങ്ങനെ തുടങ്ങണം. ഇങ്ങനെ തുടങ്ങിയ ഇത് മതിയോ? ഉറക്കവില് വേറെ എങ്ങനെയൊക്കെ പിടിക്കാം? വേറെ ഇങ്ങനെ പിടിക്കാം, അങ്ങനെ പിടിക്കാം. പിന്നെയോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഉറക്കവില് അരിയുന്ന എടുക്കണത് അങ്ങനെ കാണിക്കും. അങ്ങനെ അത് ബാക്കിൽ നിന്ന് ചെയ്ത് എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് തിരിഞ്ഞോ ഉണ്ടാവില്ലേ? അത് ഭംഗിയുണ്ടേ. ഒരു കാര്യം ചെയ്യല്ലോ, ഇവിടെ നിങ്ങൾ തുടങ്ങിയ തുടങ്ങിയിട്ട് ഇതിങ്ങനെ ഒരു കിസ് കൊടുക്കാം. ഇങ്ങനെ കിസ് കൊടുക്കാം. കിസ് കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം. അപ്പൊ രസം ഉണ്ടാവില്ലേ? അതൊരു വെറൈറ്റി ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്താ നോക്കി നോക്കും. മീൻസ് ഞാൻ എന്താ പ്ലാൻ അറിയോ, ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ചെയ്യണമല്ല. അതായത് ഇവിടെ ഇങ്ങനെ വന്നു എന്നിട്ട് ഇങ്ങനെ ഒരു കിസ് കൊടുത്തു ഫ്ലൂട്ടില്, എന്നിട്ട് ഇങ്ങനെ ചെയ്തു. ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പോലെ. താളം ശരിയാവോ നോക്ക്. അതായത് മഴ, ഇടിമിന്നലും മഴയും അങ്ങനെ ഒരു അർത്ഥല്ലേ വരുന്ന മീനിങ്? അതെ, അങ്ങനെ ആക്കണം. എന്താ അവിടെ ചെയ്യാ? അതൊരു ഫ്രൂട്ടുകൾക്ക് ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലോ? അത് വേണ്ട. പെയിന്റ് അങ്ങനെ
വേറെ ഏത് രീതിയിൽ കാണിക്കാം? ആകാശം പിന്നെ ഞാൻ പക്ഷെ എനിക്ക് ആളെ സൂട്ടാവുന്നില്ല അല്ലേ. ഒരു ഫാസ്റ്റ് ബീറ്റ് അല്ലേ അവിടെ വരുന്നത്. ഫാസ്റ്റ് രസമുണ്ടാവല്ലോ. എന്താ മഴ വേണ്ടല്ലേ. എന്താ ചെയ്യവിടെ? അയ്യോ താളെങ്ങനെയാ വരുന്നത്? സംഭവം കൂടി ഉണ്ട്. നിൻലീലകളുടെ നാട്ടിൽ ഡയലോഗ് ഉണ്ട്. ഇതിന് അല്ല ഡയലോഗ് അല്ല സോറി, നിൻലീലകളുടെ നാട്ടില് ലിറിക്സ് ഉണ്ട്. പെട്ടെന്ന് ഇതല്ല ചെയ്ത പിന്നെ ഒരു ലൈനും കൂടി വരുന്നുണ്ട്. അതിന് മുന്നേ നിൻലീലകളുണ്ട്. ശ്രീനന്ദന നിൻലീലകൾ. ലീലകൾ എന്ന് പറഞ്ഞ കൃഷ്ണന്റെ കളികളാ. അത് വേണ്ട, കിട്ടണ്ടേ? കോലികളി എല്ലാവരും കളിക്കുന്നതാ. വെണ്ണ കഴിക്കാം. വെണ്ണ കഴിക്കുന്ന വരി വേറെ വരുന്നുണ്ടേ. ഇത് ചെയ്തൂടെ? എങ്ങനെ പോകുന്നില്ല. അതായത് മമ്മയെ മറ്റേ സംഭവല്ലേ ഇങ്ങനെ ഈ അമ്പവില് പറയാ ഇങ്ങനെ ഒരു സാധനം വിടണത്. അല്ല കൃഷ്ണൻ അങ്ങനെ പോവും. അങ്ങനെ കാണിക്ക്. എങ്ങനെ കാണിക്ക? നമുക്ക് ഇതന്നെ എടുത്താ മതി. ജയിക്ക് ജസ്റ്റ് കിട്ടെങ്കിലും കൊടുത്തിടാ. അല്ലാതെ എന്താ ചെയ്യാ? ഇത് അതെ അല്ല കൃഷ്ണൻ ഇങ്ങനെ ചവണ പിടിച്ചിട്ട് ഇങ്ങനെ ചവണന്നല്ല അതിന് പറയാ കവണയാ എന്തായാലും പറയാ എന്തായാലും പേര് പറയില്ല. ചവണയല്ലേ ഇങ്ങനെ പിടിക്കുന്ന ആ സാധനത്തിന് എന്താ പറയാ? ചവണയോ കവണയോ? ചവണ മാത്രമേ അറിയുള്ളൂ. എന്തോ ഞാൻ ഏതോ ഒരു കാർട്ടൂണിൽ അത് കണ്ടിട്ടുണ്ട്. ഇതിലാന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതിലോ ഒന്നുണ്ട്. നമുക്ക് ജയിക്ക് ജസ്റ്റ് കിട്ടെങ്കിലും ഹസ്ത എടുക്കാം. എന്താ പിന്നെ ഇതെടുക്കാൻ പറ്റിയത്? ഇതെന്തായാലും പറ്റില്ല. ഇത് അമ്പൂവില്ലോ പോകും. ജസ്റ്റ് കിട്ടെങ്കിലും മുദ്ര എടുക്കാല്ലേ? ഇതാക്കാം. പക്ഷെ എന്ത് ചെയ്യും അതിന് മുന്നേ? അപ്പൊ അങ്ങനെ ശ്രീനന്ദന കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കാൻ പാകത്തിലുള്ള സ്റ്റെപ്പ് ആക്കണം. അല്ലാതെ ഇതിങ്ങനെ കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി ഇരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യാ? എന്താ വരി വരുന്നേ? ശ്രീനന്ദന ലീലകൾ. അപ്പൊ ആ ലീലകൾ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇങ്ങനെ നടന്നു പോയിട്ട് ലൈക്ക് ആ സാധനം എടുക്കുന്നു. എന്റെ ഗോപികമാരോട് എന്താന്ന് എനിക്ക് അറിയില്ല സ്റ്റോറി. ലൈക്ക് ഇങ്ങനെ ചെയ്തിട്ട് ആ ഒരു ബീറ്റ് അവിടെ വരുന്നുണ്ട്. ടക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ വലിച്ചിട്ട് പക്ഷെ അതിനൊരു സംഭവം ഉണ്ട്. ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ പാകത്തിലുള്ള ഒരു സ്റ്റെപ്പ് വേണം. എന്നാലേ ഇരിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകേണ്ടി വരും. അത് പറ്റില്ല. അതിന് ഇപ്പൊ ഫസ്റ്റ് നീ അറിയോ? ഇരിക്കാൻ ഒരു സ്റ്റെപ്പ് ചെയ്തിരിക്കാൻ പാകത്തിലേക്കുള്ള ഒരു സ്റ്റെപ്പ് അവിടെ വരണം. അപ്പൊ നീ ഫസ്റ്റ് ഇപ്പൊ എങ്ങനെ കാണിച്ചു വരുന്നു? ഇങ്ങനെ വരുന്നു. ഇങ്ങനെ രസം. ശ്രീ നന്ദന കിസ് കൊടുത്തു, ഫ്ലൂട്ട് വായിച്ചു. എന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പ് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് അത് എടുത്തിട്ട് വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോഴേക്ക് ടൈം നോക്കിയാൽ. പക്ഷെ അതിന് മുന്നേ ഒരു സ്റ്റെപ്പ് വേണം. ഇതിലേക്ക് പോവാനുള്ള ഒരു സ്റ്റെപ്പ്. കാരണം ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ പോകുമ്പോ മുട്ട് സീനാവും. അപ്പൊ അങ്ങനെ ആടി ആടി ഇരിക്കേ വേണ്ടേ? എന്താ പറയണേ? അങ്ങനെ ആടി ആടി ഇരിക്കുക. എങ്ങനെ 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 ഇരുന്ന് പോയില്ലേ? എങ്ങനെ 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 ഇരുന്നിട്ട് ഇതെന്താ ഡോറയുടെ ഡാൻസ്? അനുപ്പോ അങ്ങനെ ചെയ്യാലോ അല്ലെ? ഞാൻ മമ്മിയിലേക്ക് ഇങ്ങനെ ആടി ആടി പോയി. പണ്ട് LKG കുട്ടികളുടെ നീയൊക്കെ മറ്റേ അംഗനവാടിയിൽ കളിച്ചിരുന്ന ഡാൻസ് ആയിരുന്നത്.
ഡാൻസിൽ അത് കിട്ടി. പിന്നെ നീ ഇത് മുട്ടൂത്തി പോണു ആ സ്റ്റെപ്പ് കിട്ടിയില്ലേ? അപ്പൊ ഇവിടെ വരെ നോക്കി ആ സാധനം എടുക്കണു. ആ സാധനം എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ലൈക്ക് ഒരു കളിക്കുന്ന പോലെ വീഡിയോ അല്ലേ. ഇപ്പൊ ഇവിടം വരെയായി? 2 ശ്രീനന്ദ 2 വരെ കിട്ടുന്നു. ഇനിയും കിടക്കുന്നത് അങ്ങനെ ഇത് കാണാൻ വരുന്നത് 1 2 3 1 2 അങ്ങനെ വരുന്നത് 1 2 3 1 2 അങ്ങനെയല്ലേ കാണാൻ വരുന്നത് അല്ലേ? പാട്ട് വെച്ചോക്ക് വെച്ചോക്കണം. അങ്ങനെ ഇപ്പോഴല്ലേ രസല്ലേ? അതൊക്കെയല്ലോ. ഇങ്ങനെ ഒരു ബെൻഡ് കൊടുക്കാം. താഴെ മാസം 1 2 3 1 2 എന്തൊക്കെ ചെയ്യാം. ഈ സോങ് ഉണ്ടല്ലോ, ആക്ച്വലി ഇത് സജഷൻ വന്ന സോങ് ആയിരുന്നു. എനിക്കിങ്ങനെ കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിപ്പോ റീസെന്റ് ഇട്ട വീഡിയോയിൽ ഏതോ ഒരു കുട്ടി വന്ന് കമന്റ് ഇട്ടുണ്ടായിരുന്നു. ആ കുട്ടി വ്ലോഗ് കാണിക്കും മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ എന്റെ റീസെന്റ് ഇട്ട വീഡിയോസിൽ ഒന്ന് പോയി ചെക്ക് ചെയ്തു നോക്കട്ടെ. ആ കമന്റ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ചേച്ചി അഥവാ ചെയ്തില്ലെങ്കിൽ ചേച്ചിനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താന്ന് വെച്ചാൽ ഇത് വിഷുവിനായിട്ട് തന്നെ ഈ സോങ് ചെയ്യാലോ വെച്ചിട്ടായിരുന്നു. അല്ല മുന്നേ ചെയ്യേണ്ട വെച്ചിട്ടാ. അപ്പൊ വിഷുവിനായിട്ട് തന്നെ ഇത് ചെയ്യാലോ എന്ന് വെച്ചിട്ടായിരുന്നു. അങ്ങനെ കുറേ ചെയ്യുമ്പോൾ എനിക്ക് ആ കുട്ടീനെ ഓർമ്മ മോളെ എനിക്കുള്ള വീഡിയോ ആണ് നമുക്ക് അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് പോകരുത്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് 1 million ആണെന്ന് കുറെ നാളത്തുള്ള ഒരു ആഗ്രഹം. നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കുള്ളൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്ന ആൾക്കാര് അവിടെ ഇപ്പൊ ഒരു സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട്. ഇങ്ങനെ തൊട്ടപ്പുറത്ത് ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ ഉണ്ട്. വലിയൊരു ഡ്രീമാണ്. എനിക്ക് ഇപ്പൊ ഉള്ള ഡ്രീം അത് മാത്രമാണ്. വേനുണ്ട് കുറെ ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്പൊ ഉള്ളൊരു ഡ്രീം എനിക്ക് അതാണ്. കുറെ നാളത്തെ ആഗ്രഹമാണ് ഗോൾഡൻ പ്ലേ ബട്ടൺ. സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു മതി എനിക്ക് ഇനി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് കാണുമ്പോണ്ടല്ലോ ഒരു എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിച്ചാലേ അത് സാധിക്കുള്ളൂ. പ്ലീസ് 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 എനിക്ക് ആ ഗോൾഡൻ പ്ലേ ബട്ടൺ എങ്ങനെയും ഒപ്പിച്ചേരണം. നിങ്ങൾ വിചാരിക്കണം, അല്ലെങ്കിൽ നടക്കില്ല. ഓക്കെ. അപ്പൊ അതാണ് പറഞ്ഞത്. പൊന്നു പോലെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി ചെയ്യാം. അപ്പൊ ഞാനുണ്ടല്ലോ ഫുള്ള് കാണിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞില്ല അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ 2 സോങ്ങും കൊറിയോ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഫുള്ള് കഴിഞ്ഞു. ആകെ നേരത്തിട്ടിരിക്കാനും. പിന്നെ ഞാൻ ഈ അഥവാ അത് കൊറിയോ ചെയ്യുന്ന കുറച്ച് പോർഷനും പിന്നെ ഞാൻ അത് കളിച്ചു നോക്കുന്നത് മാത്രമേ ആഡ് ആക്കിയിട്ടുള്ളൂ. മറ്റത് ഞാൻ ചെയ്ത് കഴിഞ്ഞു. അത് ഇനിയിപ്പോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അതായത് കൊറിയോഗ്രാഫി ചെയ്യുന്നത് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം. ഇതിപ്പോ എത്ര മതി. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ ഇടുമ്പോഴേക്കും റീൽസിൽ എന്തായാലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കൊറിയോ ചെയ്യാൻ ഇരിക്കാറുള്ളത്. സ്പീക്കർ ആക്ടിങ് മീൻസ് അതായത് നല്ല സൗണ്ടിലൊക്കെ പാട്ട് വെച്ചിട്ട് അങ്ങനെ സോങ്സ് കുറെ കേട്ടിട്ട് പിന്നെ കൊറിയോ ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പിന്നെന്താ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് വേറൊരു വ്ലോഗായിട്ട് എന്തായാലും ചെയ്യാം. അതായത് ഡാൻസിന്റെ മാത്രം കൊറിയോ ചെയ്യുന്നത് വേറൊരു ഇതായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോ മമ്മീനെയൊക്കെ കാണിച്ചിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് അത് വീഡിയോ ചെയ്യാം. അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ ഡാൻസ് ഗുഡ് ബൈ.